ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ്. സാറ്റേണിനെ കുറിച്ച് പഠിക്കാൻ നാസ അയച്ച കസീനി എന്ന ബഹിരാകാശ പേടകത്തിൻ്റെ അവസാന യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 13 വർഷത്തോളം ശനിയെ ചുറ്റിപ്പറ്റി നമുക്ക് ഒരുപാട് വിവരങ്ങൾ തന്ന കസീനി ഒടുവിൽ ആ ഗ്രഹത്തിലേക്ക് തന്നെ ഇടിച്ചിറങ്ങിയാണ് അതിൻ്റെ ദൗത്യം അവസാനിപ്പിച്ചത്. നാസ എന്തുകൊണ്ടാണ് ആ പേടകത്തെ ശനിയുടെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ട് നശിപ്പിച്ചത്? ആ അവസാന യാത്രയിൽ എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 140 കോടി കിലോമീറ്റർ അകലെ ഒരു അത്ഭുത ലോകമുണ്ട്. അതാണ് സാറ്റേൺ. അതിൻ്റെ മനോഹരമായ വളയങ്ങളും മഞ്ഞു മൂടിയ ഉപഗ്രഹങ്ങളും ഇന്നും ആർക്കും പിടികിട്ടാത്ത അനേക രഹസ്യങ്ങളും പണ്ട് മുതലേ മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ടെലസ്കോപ്പിലൂടെ കണ്ട സാറ്റേൺ സുന്ദരമായിരുന്നു, പക്ഷേ അതൊരു ചിത്രം മാത്രമായിരുന്നു. ആ ചിത്രങ്ങൾക്കപ്പുറം അവിടെ ശരിക്കും എന്താണ് നടക്കുന്നതെന്നറിയാൻ ശാസ്ത്രജ്ഞർ ആഗ്രഹിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ യാത്രക്കായി കസീനി തുടങ്ങുന്നത്. ഇത് വെറും ഒരു യന്ത്രത്തിൻ്റെ കഥയല്ല. ഒരുപാട് വർഷങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സാറ്റേണിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ശാസ്ത്രയാത്രയുടെ കഥയാണ്. 1997 ഒക്ടോബർ 15 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും ഒരു വലിയ റോക്കറ്റിലേറി കസീനി അതിൻ്റെ നീണ്ട യാത്ര ആരംഭിച്ചു. കസീനിയുടെ ലക്ഷ്യം സാറ്റേണിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ എടുക്കുക മാത്രമല്ലായിരുന്നു. സാറ്റേണിന് ചുറ്റും വർഷങ്ങളോളം പറന്ന് അതിൻ്റെ വളയങ്ങൾ, ഉപഗ്രഹങ്ങൾ, അവിടുത്തെ കാറ്റ്, കാന്തിക ശക്തി എന്നിവയെല്ലാം വിശദമായി പഠിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അമേരിക്കയുടെ നാസയും യൂറോപ്പിലെ സ്പേസ് ഏജൻസികളും ഒരുമിച്ച് ചേർന്നാണ് ഈ വലിയ പദ്ധതി ഒരുക്കിയത്. മനുഷ്യർ ഒരുമിച്ച് വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്ന് തെളിയിച്ച ഒരു കൂട്ടായ്മയായിരുന്നു കസീനി. എന്നാൽ സാറ്റേണിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് നേരിട്ട് സാറ്റേണിലേക്ക് പറക്കാൻ ആവശ്യമായ ഇന്ധനം അന്നത്തെ റോക്കറ്റുകൾക്ക് ഇല്ലായിരുന്നു. അതിനാൽ ശാസ്ത്രം ബുദ്ധിപരമായ ഒരു പ്ലാൻ തയ്യാറാക്കി. ആദ്യം വീനസ് എന്ന ഗ്രഹത്തെ ചുറ്റി, പിന്നീട് ഭൂമിയെയും തുടർന്ന് ജൂപ്പിറ്ററിനെയും ചുറ്റി ആ ഗ്രഹങ്ങളുടെ വലിപ്പവും ശക്തിയും ഉപയോഗിച്ച് കസീനി സ്വന്തം വേഗത കൂട്ടി മുന്നോട്ട് കുതിച്ചു. ഏകദേശം 7 വർഷത്തിന് ശേഷം 2004 ജൂലൈ 1 കസീനി സാറ്റേണിൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതിനു മുമ്പും പേടകങ്ങൾ സാറ്റേണിൻ്റെ അരികിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പേടകം ശനിയെ വർഷങ്ങളോളം ചുറ്റിപ്പറ്റി നിന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അടുത്ത 13 വർഷം കസീനി സാറ്റേണിനെ ചുറ്റി ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു. സാറ്റേണിൻ്റെ വളയങ്ങൾ വെറും പരന്ന ഒന്നല്ലെന്നും കോടിക്കണക്കിന് മഞ്ഞുതുണ്ടുകളും പാറക്കഷ്ണങ്ങളും ചേർന്നുള്ള സങ്കീർണമായ ഒന്നാണെന്നും കസീനി തെളിയിച്ചു. വളയങ്ങൾക്കിടയിലെ വിടവുകളും അതിലുണ്ടാകുന്ന മാറ്റങ്ങളും ഉപഗ്രഹങ്ങൾ ആ വളയങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നുമെല്ലാം ആദ്യമായി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ശരിക്കും കസീനിയുടെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ശനിയുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു, പ്രത്യേകിച്ച് എൻസെലാഡസ്, ടൈറ്റൻ എന്നിവയെക്കുറിച്ച്. എൻസെലാഡസ് എന്ന ഉപഗ്രഹത്തിൻ്റെ മഞ്ഞുപാളികൾക്കടിയിൽ ഒരു വലിയ സമുദ്രമുണ്ടാകാമെന്ന് കസീനി കണ്ടെത്തി. അതിലും അത്ഭുതകരമായി ആ ഉപഗ്രഹത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് ഫൗണ്ടൻ പോലെ തെറിക്കുന്ന ജലധാരകൾ കസീനി നേരിട്ട് കണ്ടു. ആ ജലകണങ്ങൾക്കിടയിലൂടെ പറന്നുപോയ പേടകം അതിൽ ജീവനുണ്ടാകാൻ ആവശ്യമായ ചില രാസഘടകങ്ങളും കണ്ടെത്തി. ശരിക്കും ഭൂമിക്ക് പുറത്തും ജീവനുണ്ടാകാൻ എന്ന ചിന്തയ്ക്ക് വലിയൊരു തെളിവായിരുന്നു അത്. അതുപോലെ ടൈറ്റൻ മറ്റൊരു അത്ഭുതമായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ സ്വന്തമായി കട്ടിയുള്ള അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണത്. അവിടെ മേഘങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്, നദികളും കടലുകളുമുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അവിടെയുള്ളത് വെള്ളമല്ല, പകരം ദ്രാവക രൂപത്തിലുള്ള മീഥേനും ഈഥേനുമാണ്. കസീനിക്കൊപ്പമുണ്ടായിരുന്ന ഹ്യൂഗൻസ് ലാൻഡർ ടൈറ്റൻ്റെ മണ്ണിൽ വിജയകരമായി ഇറങ്ങിയപ്പോൾ മറ്റൊരു ലോകത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ മനുഷ്യന് ലഭിച്ചു. ശനിയുടെ കുടുംബം നമ്മൾ വിചാരിച്ചു നൽകി. വർഷങ്ങൾ കടന്നുപോയി. കസീനി വിവരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ഒരു യന്ത്രം എന്നതിലുപരി കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മനുഷ്യന്റെ കണ്ണും കാതുമായി കസീനി മാറി. എന്നാൽ ഒരു വലിയ പ്രശ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കസീനിക്ക് എന്നും പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. അതിന് കറണ്ട് ഉണ്ടായിരുന്നെങ്കിലും ദിശ മാറ്റാനും ആന്റിന ഭൂമിയിലേക്ക് തിരിക്കാനും വേണ്ട ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ധനം തീർന്നാൽ കസീനിയുടെ നിയന്ത്രണം നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ ജീവന്റെ സാധ്യതയുള്ള ടൈറ്റണിലോ എൻസെലാഡസിലോ പോയി ഇടിച്ചു തകരാൻ സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള കുഞ്ഞു ജീവികൾ അബദ്ധത്തിൽ ആ ഉപഗ്രഹങ്ങളിലെത്തിയാൽ അവിടുത്തെ ശുദ്ധമായ അന്തരീക്ഷം മലിനമാകും. ഭാവിയിൽ അവിടെ ജീവനെ കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞരുടെ ശ്രമങ്ങളെ അത് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് നാസ ഒരു തീരുമാനമെടുക്കുന്നത്. 13 വർഷം നമ്മളെ സഹായിച്ച ഈ പേടകത്തെ വെറുതെ ഉപേക്ഷിക്കാതെ അവസാന നിമിഷം വരെ ശാസ്ത്രത്തിനായി ഉപയോഗിക്കുക. ആ തീരുമാനത്തിന് അവർ നൽകിയ പേരാണ് ഗ്രാൻഡ് ഫിനാലെ.
അതൊരു അവസാനമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച പരീക്ഷണമായിരുന്നു. ശനിയുടെ അന്തരീക്ഷത്തിനും അതിൻ്റെ ഏറ്റവും ഉള്ളിലെ വളയത്തിനുമിടയിൽ വെറും 2000 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ വഴിയുണ്ട്. മണിക്കൂറിൽ 1,00,000-ലധികം കിലോമീറ്റർ വേഗതയിൽ പായുന്ന കസീനിക്ക് അത് വലിയ അപകട മേഖലയായിരുന്നു. ഒരു ചെറിയ മഞ്ഞുതണ്ട് ആ വേഗതയിൽ വന്നിടിച്ചാൽ പോലും പേടകം തകരും. എന്നിട്ടും ശാസ്ത്രജ്ഞർ ആ റിസ്ക് എടുത്തു. കാരണം വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് വലിയ ധൈര്യം കാണിക്കുമ്പോഴാണ്. ഈ യാത്രയ്ക്കായി എഞ്ചിനീയർമാർ ഒരുപാട് തവണ കമ്പ്യൂട്ടറിൽ കണക്കൂട്ടുകൾ നടത്തി. ഒരു സെക്കൻഡിൻ്റെ ചെറിയ വ്യത്യാസം പോലും വലിയ തെറ്റായി മാറാമായിരുന്നു. ഭൂമിയിൽ നിന്നും ഒരു നിർദ്ദേശം അയച്ച് അത് കസീനിയിലെത്തിക്കാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കും. അതുകൊണ്ട് ആ നിർണായക നിമിഷങ്ങളിൽ കസീനി സ്വന്തം കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധിയിലാണ് പ്രവർത്തിച്ചത്. ഈ അവസാന യാത്രയ്ക്ക് തൊട്ടു മുമ്പ് കസീനി ടൈറ്റൻ ഉപഗ്രഹത്തിൻ്റെ അരികിലൂടെ അവസാനമായി പറന്നു. ടൈറ്റന്റെ ശക്തി ഉപയോഗിച്ച് വഴി മാറ്റുകയായിരുന്നു ലക്ഷ്യം. ഇത് ഒരു വിടപറച്ചിൽ പോലെയായിരുന്നു. ശരിക്കും 2017 ഏപ്രിൽ മാസത്തിൽ കൺട്രോൾ റൂമിലെ അന്തരീക്ഷം ആകാംക്ഷഭരിതമായിരുന്നു. പലരും തങ്ങളുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയം ഈ ഒരു ദൗത്യത്തിനായി മാറ്റിവെച്ചവരാണ്. യാത്ര ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവസാന നിർദ്ദേശം അയച്ചു. ഈ യാത്രയിൽ കസീനി അതിൻ്റെ വലിയ ഡിഷ് ആൻറ്റിന മുൻവശത്തേക്ക് തിരിച്ചുപിടിച്ചു. മുന്നിൽ നിന്ന് വരുന്ന പൊടികണങ്ങളിൽ നിന്നും മഞ്ഞു തുണ്ടുകളിൽ നിന്നും പ്രധാന ഉപകരണങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു പരിചയമായിട്ടാണ് ആൻറ്റിനയെ ഉപയോഗിച്ചത്. ആ സമയത്ത് ക്യാമറകൾക്ക് പോലും വിശ്രമം നൽകി. കാരണം കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ ശ്രദ്ധയും പേടകത്തിൻ്റെ സുരക്ഷയ്ക്കായിരുന്നു. നമ്മുടെ ഭൂമിയിലെ കൺട്രോൾ റൂമിൽ ഓരോ മിനിറ്റും യുഗങ്ങളെ പോലെ തോന്നി. കസീനി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും തത്സമയം അറിയാൻ കഴിയില്ലായിരുന്നു. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഭൂമിയിലെ വലിയ ആൻറ്റിനകൾ കസീനിയിൽ നിന്നുള്ള ആ ദുർബലമായ സിഗ്നൽ സ്വീകരിച്ചു. കസീനി ജീവനോടെയുണ്ട്. ആദ്യ യാത്ര വൻ വിജയമായിരുന്നു. കൺട്രോൾ റൂമിൽ ആളുകൾ സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു. ചിലർ ആനന്ദ കണ്ണീരൊഴുക്കി. ശാസ്ത്രജ്ഞർ കരുതിയ പോലെ ആ വഴിയിൽ വലിയ പൊടിയോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് തികച്ചും ശൂന്യമായിരുന്നു. ശനിയുടെ വളയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഴയ ധാരണകളെ തിരുത്തി കുറിക്കുന്നതായിരുന്നു ആ കണ്ടെത്തൽ. ആദ്യ യാത്ര വിജയിച്ചെങ്കിലും ഇനിയും 21 തവണ ഇതേ അപകടകരമായ പാതയിലൂടെ കസീനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. ഓരോ തവണയും അത് ശനിയോട് കൂടുതൽ അടുത്തു. തുടർന്നുള്ള യാത്രകളിൽ കസീനി സാറ്റേണിൻ്റെ ഗ്രാവിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും വളരെ കൃത്യമായി അളന്നു. ശനിയുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് വ്യക്തമായി അറിയാൻ ഈ വിവരങ്ങൾ സഹായിച്ചു. കൂടാതെ ശനിയുടെ വളയങ്ങളുടെ യഥാർത്ഥ ഭാരം അളക്കാനും കസീനിക്ക് കഴിഞ്ഞു. വളയങ്ങൾക്ക് ശനിയേക്കാൾ പ്രായം കുറവാണെന്ന വലിയ കണ്ടെത്തലിലേക്ക് ഇത് വഴിതെളിച്ചു. അവസാന ഭ്രമണപഥങ്ങളിൽ കസീനി ശനിയുടെ അന്തരീക്ഷത്തിന്റെ തൊട്ടു മുകളിലൂടെയാണ് പറന്നത്. അവിടെയുള്ള നേർത്ത വാതകങ്ങൾ പേടകത്തിന്റെ വേഗതയെ ബാധിച്ചെങ്കിലും ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് അത് ദിശ നിലനിർത്തി. എന്നാൽ 22ാമത്തെ യാത്ര പൂർത്തിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇനി ഒരു തിരിച്ചുവരവില്ല. അടുത്ത യാത്ര നേരെ ശനിയുടെ അന്തരീക്ഷത്തിലേക്കാണ്. അങ്ങനെ 2017 സെപ്റ്റംബർ 15 കസീനി അതിൻ്റെ അവസാന യാത്ര നടത്തി. ശനിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് അതിവേഗം പതിച്ചു. അന്തരീക്ഷത്തിന്റെ ഘർഷണം കാരണം കത്തി അമരുമ്പോഴും താൻ തകരുന്ന ആ അവസാന നിമിഷം വരെയുള്ള വിവരങ്ങൾ കസീനി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ സിഗ്നൽ എന്നേക്കുമായി നിലച്ചു. കസീനി ശനിയുടെ ഒരു ഭാഗമായി മാറി. ശരിക്കും കസീനി ഗ്രാൻഡ് ഫിനാലെ ഒരു ദൗത്യത്തിൻ്റെ അവസാനം മാത്രമല്ല, അവസാന നിമിഷം വരെ അറിവ് നേടാനുള്ള മനുഷ്യൻ്റെ അടങ്ങാനാവാത്ത ആഗ്രഹത്തിൻ്റെ ഒരു തെളിവാണ്. സുരക്ഷിതമായി ദൂരെ മാറി നിന്ന് ദൗത്യം അവസാനിപ്പിക്കാമായിരുന്നിട്ടും അപകടം നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാന തുള്ളി വിവരവും മനുഷ്യന് നൽകിയാണ് കസീനി യാത്രയായത്. ബഹിരാകാശത്തിൻ്റെ വിശാലമായ നിശബ്ദതയിൽ ശനിയുടെ വളയങ്ങൾ ഇന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ഒരിക്കൽ മനുഷ്യൻ്റെ ഒരു ദൂതൻ ധൈര്യത്തോടെ കടന്നുപോയിരുന്നു. അതിൻ്റെ പേരാണ് കസീനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.